ഹലോ, റിൻഷ വ്ളോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു കുഞ്ഞു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ രാവിലെ നല്ല പാൽച്ചായയും പുട്ടും പപ്പടവും ഉണ്ട് കേട്ടോ. അപ്പോൾ പാലൊരു വീട്ടിൽ നിന്ന് നമ്മൾ അങ്ങനെ വ്ളോഗൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. വീഡിയോ ഒക്കെ ചെയ്യാമെന്നല്ലാതെ പാലൊരു വീട്ടിലെത്തിയിട്ടുള്ള ഫസ്റ്റത്തെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് ടെൻഷനുള്ള ദിവസമാണ് കേട്ടോ. കാരണം നമ്മളെ വീട്ടിൽ ഉമ്മ ഉമ്മയുടെ വീട്ടിലേക്ക് പോയിക്കാണ് കേട്ടോ. അപ്പം ഉമ്മാക്ക് ഉമ്മയുടെ ഉപ്പാക്ക് വയ്യാത്തതുകൊണ്ട് അങ്ങോട്ട് പോയിക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലുള്ള ജോലിയൊക്കെ മുഴുവൻ ചെയ്യണം കേട്ടോ. കുട്ടികളെ കാര്യവും ക്ലീനിങ്ങും ഫുഡും ഒക്കെ നമ്മൾ ചെയ്യണം കേട്ടോ. അപ്പോൾ ആ ഒരു ടെൻഷനിലാണ്. അപ്പോൾ ഇതെല്ലാതും കൂടി എങ്ങനെ ചെയ്ത് തീർക്കാമെന്നുള്ള ടെൻഷനിലാണ് തലമ്മയായിട്ട് നടക്കുന്നത്. കാരണം ഫുഡ് ഉണ്ടാക്കും, ക്ലീനിങ്ങും തിരുമ്പും ഒക്കെ നമ്മൾ ചെയ്യണം. അങ്ങനെ ഞാൻ രാവിലെ ഉമ്മ ചോറ് വെച്ചെന്നിട്ടാട്ടോ പോയത്. അപ്പോൾ ചോറിൻ്റെ കാര്യം നോക്കണ്ട, പിന്നെ രാവിലെ ചായയും കടിയൊക്കെ അങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മതി. പിന്നെ ഉമ്മ അങ്ങനെ രാവിലെയൊക്കെയാണ് പോകണമെങ്കിൽ എനിക്ക് ചോറൊക്കെ വെച്ച് തരും കേട്ടോ. കാരണം ഞാൻ ഈ കുട്ടികളോട് ഞാൻ കഷ്ടപ്പെടേണ്ട. കുട്ടികൾ ഓൾക്ക് ഫുഡ് കൊടുക്കും, ഓലെ കുളിപ്പിച്ച് കൊടുക്കും, ഓലെ പിന്നാലെ നടക്കാനുള്ള നമുക്ക് ടൈം ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ട് ഉമ്മ തരും കേട്ടോ. ഇനി നമുക്ക് കറി, ഉപ്പേരി അങ്ങനത്തെ കാര്യങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ കറി ഇന്നലത്തെ നമ്മൾ കുമ്പളങ്ങക്കറി ഉണ്ട് കേട്ടോ. അപ്പോൾ ആ കറീൻ്റെ കൂട്ടാന്ന് കരുതി. പിന്നെ നമുക്ക് കൂട്ടാനാണ് വേണ്ടത്. കൂട്ടാൻ ചിക്കൻ കൊണ്ടുവരാമെന്ന് കരുതിയിട്ട് എന്നാൽ പിന്നെ കുറച്ച് എളുപ്പമല്ലേ, ചിക്കൻ കഴുകിയിട്ട് പൊരിച്ചാൽ അത് കുറച്ച് എളുപ്പമാണ്. അപ്പോൾ അത് ചെയ്യാമെന്ന് കരുതിയിട്ട് ഞാൻ അടിക്കലും തുടക്കലും ചെയ്തതിൻ്റെ ശേഷമാണ് കേട്ടോ ഈ കറിയും കൂട്ടാനൊക്കെ വെക്കാൻ നിൽക്കൽ. പിന്നെ തുടക്കൽ കഴിഞ്ഞിട്ട് കുറച്ച് ഈ ചവിട്ടി അങ്ങനത്തെ കൈക്കല അങ്ങനത്തെ ഒക്കെ തിരുമ്പുട്ടോ. പിന്നെ കുടുക്ക, വേസ്റ്റ് ബക്കറ്റൊക്കെ കഴുകിയിട്ട് ആദ്യം തന്നെ സെറ്റാക്കി വെച്ചാൽ പിന്നെ നമുക്ക് ചോറും കൂട്ടാനും കറിയൊക്കെ റെഡിയാക്കിയിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ കുറച്ച് തിരുമ്പാണെങ്കിൽ തിരുമ്പിയിട്ട് പിന്നെ നമുക്ക് കുളിച്ചിട്ട് ഫ്രീ ആവട്ടോ. അതിൻ്റെ ഇടയിൽ ഷെസാനെ കുളിപ്പിക്കണം, റയ്യാനെ കുളിപ്പിക്കണം, കഞ്ഞി കൊടുക്കണം, ഫുഡ് കൊടുക്കണം ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചിക്കൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ചിക്കൻ നമ്മൾ കുറച്ച് നേരം മല്ലിക ഇട്ടോ. കാരണം എനിക്കതങ്ങോട്ട് വൃത്തിയായി കാണണം, നല്ല വെള്ള കളറിൽ കാണണം കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു 3-4 വട്ടം ഞാൻ നല്ലോണം കഴുകും കേട്ടോ. 3-4 അതിൽ കൂടുതൽ തന്നെ കഴുകും കേട്ടോ. കാരണം ആദ്യം ആ ചോര കളറ് പോകാൻ വേണ്ടിയിട്ട് ഒരു 3-4 വട്ടം ഞാൻ നല്ല കഴുകും കേട്ടോ. അത് കഴുകിയിട്ട് പിന്നെയും കുറച്ച് നല്ല വെള്ളം എടുത്തിട്ട് ആദ്യത്തെ ആ ചോരക്കട്ടയുള്ള സാധനങ്ങളുണ്ടല്ലോ, ചോരക്കട്ട പോലെ ഒട്ടിപ്പിടിച്ചിരിക്കണേ, അതൊക്കെ നേരാക്കും കേട്ടോ. പിന്നെ ഞാൻ ഈ ചിക്കൻ്റെ വെള്ളമാണെങ്കിലും മീനിൻ്റെ വെള്ളമാണെങ്കിലും ഞാൻ നമ്മളെ സിങ്കിൽ കളിയില്ല കേട്ടോ. അത് നമുക്കൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും. അത് ഞാൻ പുറത്തേക്ക് കളയാട്ട് ചെയ്യൽ. അങ്ങനെ മാറ്റി നല്ല റെഡിയാക്കിയിട്ട് കുറച്ച് നമ്മൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടോ. കുറച്ചുള്ള നമുക്ക് ആവശ്യം, കുറച്ച് പൊരിക്കാമെന്ന് കരുതി ബാക്കി ഫ്രിഡ്ജിലും വെക്കട്ടോ. പിന്നെ കറിക്ക് എന്തെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ റയ്യാനും ഷാലൂനും നമ്മൾ കഞ്ഞി മാങ്ങി വെച്ച് കൊടുത്തിട്ടോ. പിന്നെ ഷെഹസാന് നമ്മൾ ഷെഹസുകുട്ടിക്ക് ചോറും കൊടുക്കാൻ കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ അയൽപക്കത്ത് നമുക്ക് നല്ല ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ചക്ക കണ്ടാലല്ലേ എന്ത് തിരക്കാണെങ്കിലും വേണ്ടിയില്ല, ചക്ക പറിച്ചിട്ട് തിന്നാൻ വേണ്ടിയിട്ട് ഞാൻ ഇരിക്കുകയാണ് കേട്ടോ. കാരണം സംഭവം നല്ല ധൃതിയിലാണ്, പണികളുണ്ട്. പക്ഷെ എന്നാലും ചക്ക എന്ന് പറഞ്ഞാൽ നമ്മളെ ഫേവറേറ്റാണ്. അപ്പോൾ അത് ഞാൻ ചക്ക പറിച്ചിട്ട് എല്ലാവർക്കും കൊടുത്തു കേട്ടോ. പിന്നെ ചിക്കനിൽ നമ്മൾ മസാല ആക്കിയപ്പോൾ ഷാലു കണ്ടപ്പോൾ തന്നെ പറഞ്ഞു കേട്ടോ, വലിയ തീരെ കളറില്ലാന്ന് കേട്ടോ. ഓനിക്ക് നല്ല കളറ് വേണം, മറ്റേ കളറൊക്കെ ഇട്ടിട്ട് വേണം പൊരിക്കാൻ കേട്ടോ. പക്ഷെ ഞാൻ മുളകും പൊടി കുറഞ്ഞുക്കോണം കേട്ടോ. മുളകും പൊടി ഞാൻ കൂടിയാൽ കുട്ടികൾക്ക് എരിവാവുള്ളൂ വെച്ചിട്ട് ഞാൻ കുറച്ചുള്ളൂ ഇട്ടിട്ട് അങ്ങനെ ഉച്ചക്കത്തെ ചോറും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് രാത്രിക്കാണ് കേട്ടോ. രാത്രിക്ക് അമ്മക്ക് ചോറ് ലേശമൊക്കെ കുറവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചോറ് കൊടുത്തിട്ട് കുട്ടികൾക്ക് ചോറും കൊടുക്കുക, ഉപ്പാക്ക് അപ്പം എന്തെങ്കിലും ചുട്ടുകൊടുക്കാമെന്ന് കരുതിയതാണ് കേട്ടോ. പക്ഷേ ചോറ് തികഞ്ഞില്ല. അപ്പം ഞാൻ ഷാലുവിനോട് പറഞ്ഞു പൊറാട്ട എന്തെങ്കിലും കൊണ്ടുവരെ, ബാക്കിയുള്ള ചിക്കൻ വെച്ചിട്ട് നമുക്ക് കറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടോ. എനിക്ക് ഈ കുക്കിങ്ങിൽ ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ചിക്കൻ കറിയാണ് കേട്ടോ. ചിക്കൻ കറി എനിക്ക് ഉമ്മ പഠിപ്പിച്ചതാണ് കേട്ടോ. അതെനിക്ക് എളുപ്പം ശരിയാവും കേട്ടോ. അത് എളുപ്പം ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ ഉള്ളി, തക്കാളി, പച്ചമുളക് അതൊക്കെ നുറുക്കിയിട്ട് പിന്നെ നമ്മൾ ചിക്കനിൽ മസാല ആക്കി വെക്കുകയാണ് കേട്ടോ. കുറച്ച് നേരം നമ്മൾ മസാല ആക്കി വെച്ചാൽ നല്ലോണം ചിക്കനിൽ പൊടിച്ചാൽ പിന്നെ ബാക്കി ഉള്ളിയിലും കുറച്ച് മസാല ഇട്ട് കൊടുത്താൽ കറി നല്ല സെറ്റാവും കേട്ടോ.
പിന്നെ ഉമ്മ ഉണ്ടെങ്കിൽ ഈ രാത്രിക്കത്തെ പരിപാടിയും കുക്കിങ്ങൊക്കെ ഉമ്മ ചെയ്യും കേട്ടോ. ഉമ്മയുടെ കൂടെ എന്തെങ്കിലുമൊക്കെ സഹായിക്കാൻ നിന്നാൽ മതി. പിന്നെ ഉച്ചക്കത്തെ കുക്കിംഗ് ഉമ്മ ചെയ്യും കേട്ടോ. എനിക്ക് ബാക്കിയുള്ള അടിക്കുക, തുടക്കുക, പിന്നെ കുട്ടികളെ കാര്യങ്ങളും തിരുമ്പുക, മുറ്റടിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ രണ്ടാളും ചെയ്യണോണ്ട് പണികളൊക്കെ വേഗം കഴിയും കേട്ടോ. ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഷാലു റയ്യാനും വന്നിട്ട് മാഗി വേണമെന്ന് പറഞ്ഞ് മാഗി ഉണ്ടാക്കി തരുമോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ നല്ല തിരക്കിലാണ്. ഇത് മഗ്‌രിബിയുടെ ടൈമിലാണ് കേട്ടോ ഞാനിത് ചെയ്യണത്. ഇത് കഴിഞ്ഞിട്ട് വേണം മഗ്‌രിബ് നിസ്കരിക്കാൻ, അല്ലെങ്കിൽ ഖളാ ഒന്ന് വെച്ചിട്ട് ധൃതിപ്പെട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ നിസ്കാരം കഴിഞ്ഞിട്ട് ഉണ്ടാക്കി തരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതൊന്നും കേൾക്കണില്ല, എന്തൊക്കെയോ എന്നോട് പറയുന്നുണ്ട് കേട്ടോ. ഞാനും ഉമ്മയും അടുക്കളയിൽ നോക്കും, ഞാൻ പുറത്ത് നോക്കിയാൽ പണികളൊക്കെ വേഗം കഴിയും കേട്ടോ. അതുകൊണ്ട് എനിക്കത് വലിയൊരു പ്ലസ് പോയിൻ്റ് തന്നെയാണ്. കാരണം ഈ കുട്ടികളെ നോക്കാനുള്ള ജോലി പറഞ്ഞാൽ അത് എത്രയാണെങ്കിലും അത് കഴിയൂല. അത് എല്ലാവർക്കും മനസ്സിലാവും എത്രത്തോളം ഉണ്ടെന്ന് കേട്ടോ. അങ്ങനെ ചിക്കൻ കറിയൊക്കെ റെഡിയായി, പൊറാട്ടയും ഒക്കെ സെറ്റായിക്കണം കേട്ടോ. നമ്മളുണ്ടാക്കിയ ഭക്ഷണം കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.